അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഓവനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് കേട്ടോ കപ്പ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് നമ്മൾ കറക്റ്റ് അളവായിരിക്കണം. പിന്നെ ഞാൻ ഒരു പിഞ്ച് സോൾട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി. ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും മതി കേട്ടോ. മൈദയിലേക്ക് ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യണില്ല. പിന്നെ നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ 1/2 കപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് മൈദ ഒന്ന് സീവ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കപ്പ് മൈദയാണ്. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയാണ്. ഈ അളവ് നിങ്ങൾ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് വാനില സ്പോഞ്ച് കേക്ക് കിട്ടും. ഇപ്പോൾ 1/2 കപ്പും പഞ്ചസാര ഇട്ടു. പിന്നെ ഒരു 1/4 കപ്പും കൂടി. ആദ്യം 1/4 കപ്പാണ് കേട്ടോ ഞാൻ ഇട്ടത്. അങ്ങനെ 1/4 കപ്പ് ഷുഗറാണ് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തത്, അളന്നെടുത്തത്. ഇനി നമുക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. അതിലേക്കൊരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പ്ലഫി ആയിട്ട് വരണം. നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങനെ സ്പോഞ്ചായിട്ട് വരും. പ്ലഫി ആയിട്ട് ഇങ്ങനെ വരും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല പൊങ്ങി നല്ല വൈറ്റ് കളറായിട്ട് ഒരു വൈറ്റിഷ് കളറായിട്ട് വരും. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ നമുക്ക് ഇട്ട പഞ്ചസാര നന്നായിട്ട് അതിൽ അലിഞ്ഞ് വരണം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അത് പതുക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. സ്പാച്ചിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തവി എടുത്താലും മതി, പക്ഷേ പതുക്കെ ഇളക്കി കൊടുക്കാവൂ. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ്. ഞാൻ പതുക്കെ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. പതുക്കെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ബാറ്ററി താന്നു പോവും. നമ്മൾ ദോശൻ്റെയൊക്കെ മാവിൻ്റെ പോലെ തന്നെയാണ് ഇതും. ഇവിടെയാണ് നമുക്ക് കേക്കിൻ്റെ എന്താ പറയുക ആ സോഫ്റ്റും ആ കേക്കിന് പൊങ്ങി വരുന്നതൊക്കെ ഈ ഇളക്കലിലാണ് നമുക്ക് ശരിയായി കിട്ടുക. അങ്ങനെ കട്ട കൂടാതെ പതുക്കെ ഇളക്കി. ഞാൻ മറന്നുപോയി, 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ മതി കേട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. 2 ടേബിൾ സ്പൂൺ. ഇനി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പകരം 2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഈ ബാറ്ററിന് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ. റിബണ് കൺസിസ്റ്റൻസി അത് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണ പോലെ ഗ്യാസ് സ്റ്റവ് പറയാം. റിബൺ ടോപ്പിൽ ചെമ്പ് വെച്ചിട്ടൊന്ന് അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ഒരു അലുമിനിയത്തിൻ്റെ ചെമ്പ് വെച്ചിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടാണ്. ഒരു പഴയ റിങ് വീട്ടിൽ നമുക്ക് അത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ കുക്കിംഗ് ടൈം അതിന് പാകത്തൊരു നിങ്ങൾക്ക് കാണിച്ചു തരാം. മൂടി കൊണ്ട് സോഫ്റ്റ് പാത്രത്തെ മൂടി വെച്ചു. അങ്ങനെ ഒരു 30 മിനിറ്റാണ് കേട്ടോ. 30 to 35 മിനിറ്റാണ് നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. സിമ്മിലാണ് ഇട്ട് വെച്ചത്. ആദ്യം ചെമ്പിന് ഞാനൊന്ന് ചൂടാക്കി എടുത്ത് 10 പാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഞാനിതിനെ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്രക്കും ഹൈറ്റുള്ള കാരണമാണ് നമുക്ക് 4 ലെയർ കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹൈറ്റുള്ള സ്പോഞ്ച് കേക്കാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ് കേക്ക്. 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ടാണ് 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നമുക്ക് എന്താ പറയുക, കേക്ക് അതിൻ്റെ നമ്മൾ ആ സ്പാച്ചിൽ വെച്ച് ഇളക്കിയില്ലേ, അതും ബേക്കിംഗ് എന്താ പറയുക ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരേ ചൂടിൽ വെച്ച് ബേക്കായി കിട്ടുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ആ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നത് കേട്ടോ. പിന്നെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണതൊക്കെ. ഇനി ഞാനിത് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ വീട്ടിലുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് കുറച്ച് ക്യാഷും ഡ്രൈ ഫ്രൂട്ട്സ് സ്കോച്ചിൻ്റെ ക്രഷൊക്കെ വെച്ചിട്ട് ഞാനൊരു മിറർ ഗ്ലേസാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ മിറർ ഗ്ലേസ് സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നമുക്കതിൻ്റെ ഗ്ലേസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു മിറർ ഗ്ലേസ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാഷും ബദാമും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തത്, ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് ഞാൻ കേക്കിനെ ഫില്ല് ചെയ്യണത്. നമുക്ക് വലിയ ആകെ അതിൽ നമുക്ക് ഈ സ്പോഞ്ചിന് ചിലവ് വരുന്നത് 4 കോഴിമുട്ടയും 1 കപ്പ് മൈദയും പിന്നെ 3/4 കപ്പ് ഷുഗറുമാണ് വരുന്നത്. ഷുഗർ പൗഡർ കേട്ടോ, ഷുഗർ പൊടിച്ചത്. ഇത്രയും നമുക്കിതിൽ എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നെ വാനില എസൻസും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലെങ്കിലും കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുത്താലും മതി, വെള്ളം. എന്നിട്ട് നമ്മൾ ആ ബീറ്റ് ചെയ്യണതാണ് നന്നായി വരേണ്ടത്. പിന്നെ മൈദ ഇട്ടിട്ട് ഇളക്കണതും. അപ്പോൾ നല്ല പൊങ്ങി നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടും. നമുക്ക് എന്താ പറയുക, ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ കേക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാ വാനിലേൻ്റെ ഫില്ലിങ്ങുള്ള കേക്കും നമുക്ക് ഒരു വിധമുള്ള കേക്ക്സൊക്കെ ഈ കേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് മിറർ ഗ്ലേസാണ് ഇപ്പോൾ ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഞാൻ വേറൊരു കേക്കിൻ്റെ ഫില്ലിങ് കൊടുക്കുക, പുറത്ത് മിറർ ഗ്ലേസാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് ബട്ടർ സ്കോച്ച്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള കേക്ക് നമുക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ചെയ്തൊരു കേക്കാണ് കേട്ടോ ഈ ഫോട്ടോ. ഇത് കുറച്ച് മുന്നേ ചെയ്തതാണ്, ഞാൻ ഫോണ്ടൻ വർക്കിൽ ചെയ്തതാണ്. ഇതാണ് കേട്ടോ മിറർ ഗ്ലേസ് കേക്ക്. അപ്പോൾ അത്രക്കുള്ളൂ കേട്ടോ വീഡിയോ.